നമസ്കാരം. ഇന്ന് നമുക്ക് പാരായണം ചെയ്ത ഗീതാ സന്ദർഭത്തെ പറ്റിയുള്ള പ്രഭാഷണം നിർവഹിക്കുന്നത് ശ്രീ ഹരികുമാർ അവർകളാണ്. ഡോക്ടർ ഹരികുമാർ അവർകളാണ്. അദ്ദേഹം വിദേശത്താണ്, UAE-യിലാണ്. എങ്കിൽ പോലും നമ്മളുടെ ഈ യജ്ഞം എല്ലാ രാജ്യങ്ങളിലും എത്തുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ സൂചന കൂടിയാണ്. അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം ഇത് ദർശിക്കുവാനിടയായി. തീർച്ചയായും അദ്ദേഹത്തിന് ഇതിൽ പങ്കാളിയാവണമെന്നുള്ള താല്പര്യം നമുക്കും അതൊരു ഗുണകരമാകുന്നു, സന്തോഷമാകുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാ ലോകവും വസുധൈവ കുടുംബകമെന്ന സങ്കല്പം ലോകത്തിന് സമ്മാനിക്കുകയും ചെയ്ത ഭാരതത്തിൻ്റെ ആധ്യാത്മിക ജ്ഞാനം ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ താല്പര്യം കാണിച്ച അദ്ദേഹത്തിനുള്ള നമസ്കാരം അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തിന് നമുക്ക് ഇന്നത്തെ പ്രഭാഷണത്തിനായിട്ട് ക്ഷണിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അല്ലയോ അർജുന, നിന്റെ മനസ്സിൽ ഇപ്പോൾ അസൂയയുടെ കണിക പോലുമില്ലെന്നുള്ളത് എനിക്കിപ്പോൾ നല്ലതായിട്ടറിയാം. അത് കാരണം നിനക്ക് ഞാൻ ഏറ്റവും മഹത്തരമായിട്ടുള്ള രഹസ്യവും അതുപോലെ തന്നെ ആ രഹസ്യമായിട്ടിരിക്കുന്ന വിദ്യയും പറഞ്ഞു തരാൻ പോകുകയാണ്. 1-ാമത്തെ അധ്യായം മുതൽ 8-ാമത്തെ അധ്യായം വരെ പറഞ്ഞുകൊടുത്ത ഭഗവാൻ കൃഷ്ണന് മനസ്സിലായി അർജുനൻ്റെ മനസ്സിൽ അസൂയ ഇല്ല എന്നുള്ളത്. അസൂയ ഇല്ലാത്ത ഒരു മനസ്സിന് മാത്രമേ ഈ വിദ്യയെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ, ഈ വിദ്യ ഓർത്തിരിക്കാൻ പറ്റുകയുള്ളൂ, ഇതിനെ പരിപാലിക്കാൻ പറ്റുകയുള്ളൂ. അവർക്ക് മാത്രമേ ഇത് പറഞ്ഞു കൊടുത്തത് കൊണ്ട് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ ഇത് നാടുനോറും പ്രചരിപ്പിച്ച് നടക്കുന്നത് കൊണ്ട് യാതൊരു അർത്ഥവുമില്ലതാനും. ഇതാണ് 1-ാമത്തെ ശ്ലോകത്തിൽ, 9-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നത്. ഈ വിദ്യ പവിത്രമാണ്, ഏറ്റവും ഉത്തമമാണ്, അതുപോലെ തന്നെ പരിശുദ്ധമാണ്, സ്പഷ്ടമായിട്ടറിയാവുന്നതും ധർമ്മത്തിന് അനുസരണമായിട്ടുള്ളതും അനുഷ്ഠിക്കാൻ എളുപ്പമുള്ളതുമാകുന്നു. അതുപോലെ തന്നെ ഇത് അനശ്വരവുമാണ്. ഇത് സാധാരണക്കാർക്ക് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രീതിയിലും എളുപ്പമുള്ളതായിരിക്കും എന്നാണ് ഭഗവാൻ അർജുനനോട് പറയുന്നത്. ഈ വിദ്യ പഠിക്കാൻ നിങ്ങൾ യോഗികളാകണമെന്ന നിർബന്ധമൊന്നുമില്ല, ബ്രഹ്മജ്ഞാനികളാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ വിദ്യ ആര് പഠിക്കുന്നുവോ അവരുടെ മനസ്സിലേക്ക് ബ്രഹ്മജ്ഞാനം തന്നെ എത്തിപ്പെടുന്നു. അവരുടെ മനസ്സിലേക്ക് സകല ജ്ഞാനങ്ങളും, ലോകത്തിലുള്ള എല്ലാ ശാസ്ത്രജ്ഞാനവും അതുപോലെ തന്നെ എല്ലാ വിജ്ഞാനവും അവരുടെ മനസ്സിലേക്ക് തന്നെത്താനെ അവരറിയാതെ തന്നെ എത്തുകയും ചെയ്യും. അതാണ് ഈ വിദ്യയുടെ ഗുണം. എന്നാൽ ഇത് മനസ്സിലാക്കാത്തവരാണെങ്കിലോ, ഇത് മനസ്സിലാക്കിയിട്ടും അനുഷ്ഠിക്കാൻ ശ്രമിക്കാത്തവരാണെങ്കിലോ, ഇതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് നടക്കുന്നവരാണ് എങ്കിൽ ഒരു കാലത്തും ജനനമരണം അവരിൽ നിന്ന് വിട്ടുമാറില്ല. ജനിക്കുക, മരിക്കുക, ജനിക്കുക, മരിക്കുക, ഇത് മാത്രമായിരിക്കും അവരുടെ യോഗം. ഒരു കാലത്തും അവർക്ക് മോക്ഷം നേടാൻ പറ്റുന്നില്ല. ഈ വിദ്യ സമ്പാദിച്ചവർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ മോക്ഷം നേടാൻ സാധിക്കും. ഈ സംസാരത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ സാധിക്കുന്നു എന്നതാണ് ഈ വിദ്യ നേടുന്നതിലുള്ള ഏറ്റവും വലിയ ഗുണം. ഇനി നമുക്ക് അടുത്തതായിട്ട് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്ന വിദ്യ, ഏറ്റവും രഹസ്യമായിട്ടുള്ള വിദ്യ എന്താണെന്ന് നമുക്ക് നോക്കാം. രൂപം വ്യക്തമല്ല, എന്നാൽ സർവ്വലോകങ്ങളിലും വ്യാപിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാ ചരാചരങ്ങളിലും
വ്യാപിക്കപ്പെട്ടിരിക്കുന്നു. സർവഭൂതങ്ങളും എന്നിൽ സ്ഥിതി ചെയ്യുന്നു. സർവഭൂതാനി മത്സ്ഥാനി, സർവഭൂതങ്ങളും എന്നിൽ സ്ഥിതി ചെയ്യുന്നു. അഹം ച തേഷു ന അവസ്ഥിത ന ചാഹം ത്വേഷവസ്ഥിത, ഞാനാകട്ടെ അവയിൽ സ്ഥിതി ചെയ്യുന്നുമില്ല. അപ്പോൾ എല്ലാ ഭൂതങ്ങളും എന്നിൽ സ്ഥിതി ചെയ്യുന്നു, എന്നാൽ ആ ഭൂതങ്ങളിലൊന്നും ഞാൻ സ്ഥിതി ചെയ്യുന്നില്ല. ഇതാണ് രഹസ്യം, ഇതാണ് രഹസ്യവിദ്യ. അപ്പം എന്താണ് വിദ്യ? അർജുന, ഞാൻ ഈ ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്നു, എല്ലാ സ്ഥലത്തും ഞാൻ നിറഞ്ഞിരിക്കുന്നു. ഇതിനെയാണ് ഇൻകൺസീവബിൾ റിലേഷൻഷിപ്പ് എന്ന് മുമ്പേ പറഞ്ഞത്. സർവഭൂതങ്ങളും എന്നിൽ സ്ഥിതി ചെയ്യുന്നു, സർവലോകങ്ങളും നിങ്കൽ വസിക്കുന്നു, സർവലോകേഷു നീയും വസിക്കുന്നു. രാമായണത്തിൽ വാൽമീകി മഹർഷി പറഞ്ഞതും ഇവിടെ ഭഗവാൻ വേദവ്യാസൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതും ഒരേ സംഗതി തന്നെ. ഞാനാകട്ടെ ഇതിലൊന്നും സ്ഥിതി ചെയ്യുന്നില്ല താനും. ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ല ഞാൻ. അപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു സംഗതി COVID-19. അതിൻ്റെ കാലമാണല്ലോ ഇപ്പം. നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ഈ COVID-19 സെയിം സിറ്റുവേഷനല്ലേ എല്ലായിടത്തും പ്രചരിച്ചിരിക്കുന്നു. അത് ആരിൽ എപ്പോൾ കടക്കുമെന്ന് പറയാൻ പറ്റുന്നില്ല. പക്ഷേ ഭഗവാനാണെങ്കിൽ ജന്മനാ തന്നെ ആ ഭൂതങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു. ഇത് മറ്റൊരാളുടെ സഹായത്തോടു കൂടി നമ്മളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ പ്രവേശിച്ചതിന് ശേഷം നമ്മളുടെ ശരീരത്തിന് നാശത്തിന് വേണ്ടിയിട്ടാണ് കോവിഡ് പ്രയത്നിക്കുന്നത്. എന്നാൽ ഭഗവാൻ ഇങ്ങനെയുള്ള കീടാണുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് കടക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ ശരീരം ആരോഗ്യമുള്ളതാക്കി തീർക്കുന്നു. ഇതല്ലേ ശരിക്കും നടക്കുന്നത്? ജന്മത്തോടുകൂടി ഓരോ മനുഷ്യനും ജന്മമെടുക്കുമ്പോൾ ഭഗവാൻ നമ്മളുടെ കൂടെ വരുന്നു, നമ്മളോട് പറയുന്നു അങ്ങനെ ചെയ്യേ ഇങ്ങനെ ചെയ്യേ. ഓക്കെ, താണ്ട COVID-19 വൈറസ് വരുന്നുണ്ട്, നിങ്ങൾ അതിനെ പ്രതിരോധിക്കത്തക്ക ആഹാര പദാർത്ഥങ്ങൾ നിങ്ങൾ കഴിക്കുക, അത് നിങ്ങളുടെ കയ്യിലേക്കോ കാലിലേക്കോ ടച്ച് ചെയ്യാതിരിക്കാനുള്ള മാർഗങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കുക. ഇത് ഐഡിയ പറഞ്ഞു തരാനല്ലാതെ മറ്റൊന്നിനും എന്നെക്കൊണ്ടാവില്ല എന്ന് പറയുന്ന ഭഗവാനും കോവിഡ് ഓപ്പോസിറ്റിൽ നിന്ന് ഞാനിപ്പോൾ നിന്നെ കീഴടക്കും എന്ന് പറഞ്ഞു വരുന്ന ശരീരവും വൈറസും രണ്ടും അദൃശ്യമാണ്. അപ്പോൾ അദൃശ്യമല്ലാത്ത എനർജിയെ നമ്മുടെ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ഒരു സാധനമാണ് കോവിഡിൻ്റെ വൈറസ്. ഇറ്റ് ഈസ് ദെയർ, ബട്ട് വി ഡോണ്ട് നോ. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് അറ്റാക്കിംഗ്. The energy, the God, it is always there. He is protecting us. We cannot prove His presence, or we cannot show His nature to anybody else. So we are telling that God is always there and He is always with us. So He is living with each creature. That's what ഹിന്ദു ലിവോളജി അനുസരിച്ചിട്ട് നമ്മൾ പറയുന്നത്, ഓരോ ശരീരത്തിലും ദൈവാംശമുള്ളത് കൊണ്ടാണ് ആ ശരീരത്തെ നമുക്ക് ആക്രമിക്കാൻ പറ്റാതെ വരുന്നത്.
അങ്ങനെ ചിന്തിക്കാത്തവർക്കാണ് ഒരു ശരീരത്തിലുള്ള വ്യക്തി മറ്റൊരു ശരീരത്തിലുള്ള വ്യക്തിയെ അടിക്കാനും കൊല്ലാനും ഒക്കെ പറ്റുന്നത്. ഏത് മനുഷ്യൻ്റെ മനസ്സിലാണോ മറ്റ് ശരീരത്തിലും ദൈവാംശമുണ്ടെന്ന് മനസ്സിലാക്കുന്നത്, ആ വ്യക്തിക്ക് പരസ്പരം ഉപദ്രവിക്കാൻ പറ്റില്ല. അവിടെയാണല്ലോ നമ്മുടെ തത്വമസി എന്നുള്ള തത്വം വരുന്നത്. അഹം ബ്രഹ്മാസ്മി, പ്രജ്ഞാനം ബ്രഹ്മ, ഇതൊക്കെ വരുന്നത് അവിടെയാണല്ലോ. അപ്പോൾ ഇതാണ് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കാൻ ഉദ്ദേശിച്ച ഏറ്റവും വലിയ രഹസ്യമായ അറിവ്. പിന്നെന്താണ് അദ്ദേഹം പറയുന്നത്? നചമസ്സാനി ഭൂതാനി പശ്യമേ യോഗമൈശ്വരം ഭൂതഭൃന്ന ച ഭൂതസ്ഥോ മമാത്മാ ഭൂതഭാവനഃ. എന്നാൽ ഭൂതങ്ങൾ എന്നിൽ യഥാർത്ഥത്തിലിരിക്കുന്നില്ല. ഭൂതാനി മസ്ഥാനി ന ച. എൻ്റെ ഐശ്വര്യം കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ യോഗശക്തി കൊണ്ട് എനിക്ക് ഭൂതങ്ങളെ സൃഷ്ടിക്കുകയും അല്ലെങ്കിൽ എൻ്റെ ആത്മാവ് ഭൂതങ്ങളെ സൃഷ്ടിക്കുകയും ഭൂതങ്ങളെ ഭരിക്കുകയും എല്ലാം ചെയ്യാൻ എനിക്കാവും. എന്നാൽ ഭൂതങ്ങളിൽ ഇരിക്കുന്നത് അല്ല. ഭൂതസ്ഥ ന ച. യഥാർത്ഥത്തിൽ ഭൂതങ്ങൾ എന്നിൽ ഇരിക്കുന്നില്ല. എൻ്റെ ഈശ്വരീയമായ യോഗശക്തി കൊണ്ട് എൻ്റെ പരമമായ സ്വരൂപം ഭൂതങ്ങളെ ഉണ്ടാക്കുന്നതും പാലിക്കുന്നതുമാണ്. എന്നാൽ ഞാൻ ഭൂതങ്ങളിൽ സ്ഥിതി ചെയ്യുന്നില്ല. ആ പരമാത്മാവിന് യാതൊരു വസ്തുവുമായും സംസർഗവുമില്ല. സോ അടുത്ത കാര്യം പറയുമ്പോൾ ഇൻകൺസ്യൂവബിൾ ഇൻട്രസ്റ്റ്, ഇൻകൺസ്യൂവബിൾ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞത് ഇതിനെയാണ്. എല്ലായിടത്തും പ്രചരിച്ചിരിക്കുന്നു. മുമ്പോട്ട് പോകുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നോൺ ഡിവോട്ടീസിൻ്റെയും ഗ്ലോറിയുടെയും ഒക്കെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ബേസിക്കായിട്ട് സിമ്പിളായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ God doesn't have any proper shape. It can be anywhere, it can be with anybody, it can move here and there, whatever he wants he can do. അദ്ദേഹത്തിന് യോഗശക്തി കൊണ്ട് എല്ലാം സൃഷ്ടിക്കാനും പറ്റുകയും ചെയ്യുന്നു. ഇതാണ് ആദ്യത്തെ 5 ശ്ലോകങ്ങളുടെ അർത്ഥം. ഓം അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി.